നമ്മൾ തൂത്തുക്കുടി പോർട്ടിലൊക്കെ പോയി അവിടുത്തെ ഉപ്പുപാടങ്ങളൊക്കെ കണ്ടായിരുന്നു. കണ്ടിട്ട് നമ്മൾ തിരിച്ച് തെറിക്കാട് ഒരു റെഡ് സാൻഡ് ഡെസേർട്ട് എന്ന് പറയും. സൗത്ത് ഇന്ത്യയിൽ തന്നെ ആർക്കും അറിഞ്ഞൂടാത്ത ഒരു സൂപ്പർ സ്ഥലമാണ് ഈ റെഡ് സാൻഡ് ഡെസേർട്ട് എന്ന് പറയുന്നത്. നമ്മൾ അങ്ങോട്ട് പോകാനുള്ള തയ്യാറെടുപ്പാണ്. അപ്പോൾ അങ്ങോട്ട് പോകുന്ന വഴിക്ക് ഒരു റെയിൽവേ ക്രോസ് ഉണ്ടായിരുന്നു. അപ്പം ട്രെയിൻ വരാനായിട്ട് എല്ലാവരും ഇങ്ങനെ വെയിറ്റ് ചെയ്തിരിക്കുകയാണ്. അപ്പോൾ നമ്മൾ ആ റെയിൽവേ ക്രോസ് അങ്ങ് ക്രോസ് ചെയ്തായിരുന്നു. ക്രോസ് ചെയ്ത് പിന്നെ നമ്മൾ ഏതാണ്ട് തെറിക്കാടിൻ്റെ അടുത്തേക്ക് നമ്മൾ പോവുകയാണ്. പിന്നെ നമ്മൾ കുറച്ച് ദൂരം നമ്മൾ പോകുമ്പോൾ നമുക്ക് കാണുന്നത് അവിടുത്തെ മണ്ണൊക്കെ നല്ല ചുവന്ന മണ്ണുകളാണ്. ഇതുപോലെ ഇങ്ങനെ ഒരു എന്തു പറയാൻ ചുവന്ന മണ്ണും കുറേ മുൾച്ചെടികളുമായിട്ട് കിടക്കുന്ന റോഡുകളാണ് നമ്മൾ കാണുന്നത്. ഒരു വലിയൊരു ഏരിയയാണ് ഈ റെഡ് സാൻഡ് തെറിക്കാട് എന്ന് പറയുന്നത്. ഒരു 12,000 ഏക്കറാണ് ആ ലാൻഡ് കിടക്കുന്നത്. ഏതാണ്ട് കടലിന് അടുത്തോട്ടാണ് കിടക്കുന്നത്. പിന്നെ അവിടുത്തെ ഒരു ഒരു ടെമ്പിളുണ്ട്. ആ ടെമ്പിളിലേക്ക് പോയി കഴിഞ്ഞാൽ ടെമ്പിളിന് അടുത്ത് തന്നെ ശരിക്കും ഇങ്ങനെ സാൻഡ് ഡ്യൂൺസ് പോലെ ഇങ്ങനെ പൊങ്ങി കിടക്കുന്നതാണ്. മണ്ണിങ്ങനെ കൂട്ടമായിട്ട് ഇങ്ങനെ കിടക്കുന്നതാണ്. അപ്പം അതിനകത്തോട്ട് നമുക്ക് കയറി നോക്കാൻ പറ്റും. പിന്നെ നമുക്ക് വേണമെങ്കിൽ വണ്ടി ഇവിടെ നിർത്തിയിട്ടും അങ്ങോട്ട് ഇറങ്ങാം. പക്ഷേ ഈ റോഡ് എന്ന് പറയുന്നത് വളരെ നാരോ ആയിട്ടുള്ള റോഡാണ്. ഈ വീഡിയോയിൽ നിങ്ങൾ കാണുമ്പോൾ മനസ്സിലാവും, വളരെ നാരോ ആയിട്ടുള്ള റോഡാണ്. അപ്പം നിങ്ങൾ വണ്ടി സൈഡിൽ ഒതുക്കുക എന്ന് പറയുന്നത് കുറച്ച് റിസ്ക്കിയാണ്. ഇപ്പോൾ കണ്ടോ, ഈ കാണുന്നുണ്ടോ, റോഡൊക്കെ വളരെ നാരോ ആണ് ടാറിട്ടിരിക്കുന്നത്. രണ്ട് സൈഡും മണ്ണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുറച്ച് പൂഴി മണ്ണാണ്. അതായത് പുതഞ്ഞു പോകും. അപ്പോൾ നിങ്ങൾ വണ്ടി സൈഡിലേക്ക് ഒതുക്കി കഴിഞ്ഞാൽ ടയർ പുതയാനുള്ള സാധ്യത ഉണ്ട്. ഇപ്പോൾ നിങ്ങൾക്കറിയാം, എനിക്കൊരു ബ്രസയാണ് ഞാൻ യൂസ് ചെയ്യുന്നത്. ഞാൻ ജസ്റ്റ് ഒരു നല്ലൊരു സ്പോട്ട് കണ്ടപ്പോൾ ഇവിടെ നിർത്താമെന്ന് പറഞ്ഞ് ഒന്ന് ഒതുക്കിയതാണ്. പക്ഷേ ഫ്രണ്ട് ടയർ ജസ്റ്റ് ഒന്ന് പുതഞ്ഞു. ഞാൻ പെട്ടെന്ന് തന്നെ റിവേഴ്സ് എടുത്ത് കയറ്റി, അല്ലെങ്കിൽ ഞാൻ പെട്ടുപോയാനായിരുന്നു. അതുകൊണ്ട് പോകുമ്പോൾ വളരെ സൂക്ഷിച്ച് വേണം പോകാനായിട്ട്. അതുപോലെ ഈ സ്ഥലമൊക്കെ കണ്ടിട്ട് എനിക്ക് തോന്നുന്നത് നൈറ്റ് കുറച്ച് റിസ്കി ആണെന്നാണ് എനിക്ക് തോന്നുന്നത്. അവിടെ സ്ട്രീറ്റ് ലൈറ്റ് അങ്ങനെയൊന്നും കാണുന്നില്ല. നിങ്ങൾ പോകുന്നെങ്കിൽ ഡേ ടൈമിൽ തന്നെ പോവുക. ഇതിപ്പോൾ ഞാൻ ആക്ച്വലി ദിണ്ടഗലിയിൽ നിന്ന് വരുന്ന വഴിക്കാണ് ഞാൻ തൂത്തുക്കുടി പോർട്ടിലൊക്കെ പോയത്. അവിടെ നിന്ന് പിന്നെ ഇങ്ങോട്ട് വന്നപ്പം ആക്ച്വലി വൈകുന്നേരം ഒരു 4:45 5 മണി ആറായി. അതിനെക്കാട്ടി നല്ല നിങ്ങളൊരു 3 മണിക്ക് അല്ലെങ്കിൽ 2:30-3 മണിക്ക് മിനിമം എത്തിക്കഴിഞ്ഞാൽ അത്രയ്ക്ക് നല്ലത്. അല്ലെങ്കിൽ രാവിലെ വരികയാണെങ്കിൽ ഏറ്റവും ബെസ്റ്റ് ആയിരിക്കും. നമ്മളൊരു മയിലിനെ കണ്ടപ്പോൾ ഒന്ന് നിർത്തി സൂം ചെയ്തതാണ്. ആ രണ്ടാമത് കാണുന്ന മരത്തിൻ്റെ അവിടെ തന്നെ ഉണ്ട് ഒരു മയിൽ. ഇപ്പം നമ്മൾ ആക്ച്വലി അവിടെ ഒരു ടെമ്പിളുണ്ട്. ആ ടെമ്പിളിൻ്റെ അവിടെ വണ്ടി പാർക്ക് ചെയ്ത്
കണ്ടോ, ആ റൈറ്റ് സൈഡിൽ കാണുന്നതൊക്കെ ടെമ്പിളാണ്. ആ ടെമ്പിളിൻ്റെ ഹോളും ഒക്കെ ഉണ്ട്. അവിടെ ഓപ്പോസിറ്റ് നമ്മൾ അവിടെ വാനൊക്കെ പാർക്ക് ചെയ്തതിന് അവിടെ നമ്മൾ കാറ് പാർക്ക് ചെയ്തായിരുന്നു. എന്നിട്ട് നമ്മൾ 20 രൂപ ടിക്കറ്റ് എടുക്കണം, അതായത് വണ്ടി കാർ പാർക്കിങ്ങിൻ്റെ. അത് എടുത്തിട്ട് നമ്മൾ നേരെ തന്നെ അങ്ങ് കയറുക. അവിടെ ഒരുപാട് നല്ല വലിയ മരങ്ങളൊക്കെ ഇരിപ്പുണ്ട്. ഇനി ആ നേരെ ഈ കാണുന്ന റെഡ് കളർ കാണുന്ന അങ്ങോട്ട് തന്നെയാണ് നമുക്ക് കയറേണ്ടത്. പക്ഷേ നമുക്ക് പ്രശ്നം പറ്റിയെന്ന് വെച്ചാൽ നമ്മളൊരു 5 മണി കഴിഞ്ഞു അവിടെ എത്തിയപ്പോൾ. അപ്പോൾ 5-5:15 കഴിഞ്ഞു. അപ്പോൾ ഏതാണ്ട് ഇരുട്ടാനുള്ള സമയമായി. അപ്പോൾ ഇതുപോലെ പട്ടികളുടെ ശല്യമുണ്ട്. പട്ടികൾ കടിക്കൂ ഇല്ലേന്ന് അറിയത്തില്ല. ഒരെണ്ണമല്ല, ഒരു 2-3 ഉണ്ടായിരുന്നു. അപ്പോൾ അത് നമ്മുടെ കൂടെ തന്നെ ഇങ്ങനെ വരുന്നുണ്ടായിരുന്നു. പിന്നെ അത് അങ്ങോട്ടും ഇങ്ങോട്ടും എന്തോ ശബ്ദമൊക്കെ ഉണ്ടാക്കുന്നുണ്ടായിരുന്നു. നമുക്കെന്തോ ഒരു ഡേഞ്ചർ പോലെ തോന്നി. അതുകൊണ്ട് നമ്മൾ അധികം ഉള്ളിലോട്ട് പോയില്ല. കുറച്ച് ദൂരം പോയിട്ട് നമ്മൾ തിരിച്ചു വന്നു. കാരണം പട്ടികൾ നമ്മുടെ കൂടെ തന്നെ വന്നു. അപ്പോൾ എൻ്റെ കൂടെ ഭാര്യയും കുട്ടികളൊക്കെ ഉണ്ട്. എല്ലാവരും ഒന്ന് ശരിക്കും പേടിച്ചു പോയി. പിന്നെ നിങ്ങൾ ഈ ഭാഗത്തേക്ക് പോകുന്നെങ്കിൽ കണ്ടിരിക്കേണ്ട ഒരു മസ്റ്റ് വിസിറ്റ് പ്ലേസാണ്. കാരണം ഇതുപോലൊരു റെഡ് ഡെസേർട്ട് നമ്മുടെ സൗത്ത് ഇന്ത്യയിൽ എവിടെയും ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. ഒരു ഡെസേർട്ട് തന്നെ ശരിക്കും പറഞ്ഞാൽ സൗത്ത് ഇന്ത്യയിൽ എവിടെയും ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. അതും ഈ റെഡ് കളറിലെ ഡെസേർട്ട്, അത് കണ്ടിരിക്കേണ്ട തന്നെയാണ്. നമ്മൾ പിന്നെ അവിടെ പട്ടിയുടെ ശല്യം ഉള്ളതുകൊണ്ട് ആ ടെമ്പിളിൻ്റെ അവിടെ നിന്ന് നമ്മൾ വണ്ടിയെടുത്ത് ഇറങ്ങി നമ്മൾ റൈറ്റിലേക്ക് തിരിഞ്ഞു. കാരണം ട്രിവാൻഡ്രയ്ക്ക് പോകേണ്ട ഡയറക്ഷൻ റൈറ്റാണ്. അപ്പോൾ റൈറ്റിലേക്ക് തിരിഞ്ഞ് കുറച്ച് മുന്നോട്ട് പോയപ്പം ഇതുപോലെ ഒഴിഞ്ഞ സ്ഥലം കണ്ടപ്പോൾ ഒന്ന് വണ്ടി നിർത്തിയിട്ട് ജസ്റ്റ് ഒന്ന് ഇറങ്ങിയായിരുന്നു മണ്ണിലേക്ക്. അവിടെ പിന്നെ നോക്കിക്കഴിഞ്ഞാൽ മണ്ണിലൊക്കെ വണ്ടിയുടെ ടയറിൻ്റെ പാടൊക്കെ കണ്ടായിരുന്നു. എനിക്ക് തോന്നുന്നു ആരൊക്കെയോ 4x4 വണ്ടി കൊണ്ട് ഇറക്കിയതായിരിക്കും. താറോ ഫോർച്യൂണറൊക്കെ കൊണ്ട് ഇറക്കിയതായിരിക്കും. പിന്നെ നമ്മൾ കുറേ പീക്കോക്കിനെ കണ്ടായിരുന്നു കേട്ടോ. പീക്കോക്കിന് പക്ഷേ വീഡിയോ എടുക്കാൻ പറ്റിയില്ല, അതിന് മുമ്പ് അതങ്ങ് ഓടിക്കളഞ്ഞായിരുന്നു. പിന്നെ നമ്മൾ ഇതുപോലെ കുറച്ച് കാടക്കോഴികളൊക്കെ ഉണ്ടായിരുന്നു. കാടക്കോഴികൾ, അതുപോലെ കാട്ടിലെ കുറച്ച് കോഴി,
അങ്ങനെ കുറേ പക്ഷികളൊക്കെ കണ്ടു, കുറച്ച് വെറൈറ്റി ആയിട്ടുള്ളത്. അപ്പോൾ നമ്മുടെ വീഡിയോ ഇവിടെ തീരാറായി. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ദയവീത് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, അതുപോലെ നമ്മുടെ ചാനലിനെ സബ്സ്ക്രൈബ് ചെയ്യുക.